ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു പ്രോട്ടോണും അതുപോലെ ഹീലിയം ന്യൂക്ലിയസും v എന്ന വെലോസിറ്റിയിൽ പെർപെൻഡിക്കുലറായി ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട് എന്നാണ്. അവയുടെ പാത്തിൻ്റെ റേഡിയസിൻ്റെ റേഷ്യോ കാണാനാണ് നമ്മളോട് പറയുന്നത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്ലെയിനിൻ്റെ പുറത്തേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഒരു പാർട്ടിക്കിൾ ഏത് പാതയിൽ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. പാർട്ടിക്കിളിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ പാർട്ടിക്കിൾ അതിൻ്റെ വെലോസിറ്റിയിൽ മാറ്റമൊന്നും വരുത്താതെ നേർരേഖയിലായിരിക്കും സഞ്ചരിക്കുന്നത്. നമുക്കറിയാം, ഒരു ചാർജ് പാർട്ടിക്കിൾ v എന്ന വെലോസിറ്റിയിൽ പെർപെൻഡിക്കുലറായി മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പാർട്ടിക്കിളിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുമെന്ന്. ലോറൻസ് ഫോഴ്സ് എന്നാണ് ഈ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്നത്. v ക്രോസ് b എന്ന വെക്ടറിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. നിങ്ങളുടെ റൈറ്റ് ഹാൻഡിലെ 4 വിരലുകളെ വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ തമ്പ് പോയിന്റ് ചെയ്യുന്നത് v ക്രോസ് bയുടെ ഡയറക്ഷനിലേക്കായിരിക്കും. അതുതന്നെയായിരിക്കും ഫോഴ്സിന്റെ ഡയറക്ഷനും. ഇവിടെ നിന്ന് മാഗ്നറ്റിക് ഫോഴ്സ് താഴേക്കാണ് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഫോഴ്സ് കാരണത്താലാണ് പ്രോട്ടോൺ താഴേക്ക് ടേൺ ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫോഴ്സ് എല്ലായ്പ്പോഴും വെലോസിറ്റി വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇവിടെ വെലോസിറ്റി ഇങ്ങനെയായതിനാൽ മാഗ്നറ്റിക് ഫോഴ്സ് ഈ രീതിയിൽ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോഴ്സ് എല്ലായ്പ്പോഴും സെന്ററിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത് എന്ന്. അതായത് ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് കാരണത്താലാണ് പാർട്ടിക്കിൾ സർക്കുലർ പാത്തിലൂടെ ട്രാവൽ ചെയ്യുന്നത്. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്. തീറ്റ എന്ന് പറയുന്നത് വെലോസിറ്റി വെക്ടറിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ ആണ്. അത് 90 ഡിഗ്രി ആയതിനാൽ ഇവിടെ സൈൻ 90 എന്നത് 1 എന്ന് വരുന്നു. രണ്ട് ഫോഴ്സിനെയും ഈ രീതിയിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റേഡിയസിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ ലഭിക്കുന്നു. ആയതിനാൽ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ച റേഡിയസിന്റെ റേഷ്യോ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പ്രോട്ടോണിന്റെയും ഹീലിയം ന്യൂക്ലിയസിന്റെയും വെലോസിറ്റിയും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും സെയിം ആയതിനാൽ അത് ക്യാൻസൽ ആയി പോകും. ഒരു ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാക്കിയിരിക്കുന്നത് 2 പ്രോട്ടോൺ കൊണ്ടും 2 ന്യൂട്രോൺ കൊണ്ടുമാണ്. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസ് ഏകദേശം സെയിം ആയതിനാൽ ഹീലിയം ന്യൂക്ലിയസിന്റെ മാസ് പ്രോട്ടോണിന്റെ മാസിന്റെ 4 മടങ്ങാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആയതിനാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വരുന്നു. ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്ന് നമുക്കറിയാം. ഹീലിയം ന്യൂക്ലിയസിൽ 2 പ്രോട്ടോൺ ഉള്ളതിനാൽ അതിന്റെ ചാർജ് ട്വൈസ് ദി ചാർജ് ഓഫ് എ സിംഗിൾ പ്രോട്ടോൺ ആയിരിക്കും. ആയതിനാൽ ഇത് ക്യാൻസൽ ആവുകയും നമുക്ക് റേഷ്യോ 1:2 എന്ന് ലഭിക്കുകയും ചെയ്യുന്നു. ഈ ക്വസ്റ്റ്യനിൽ ടൈം പീരിയഡിന്റെ റേഷ്യോ ആണ് കാണേണ്ടത്. ടൈം പീരിയഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ്. ഇവിടെ ഡിസ്റ്റൻസ് 2πr ആണ്. r എന്ന് പറയുന്നത് mv ഡിവൈഡഡ് ബൈ qb ആണ്. സ്പീഡ് v ആണ്. ടൈം പീരിയഡിന്റെ ഈ എക്സ്പ്രഷൻ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യാത്തതിനാൽ രണ്ട് പ്രോട്ടോണിന്റെയും ടൈം പീരിയഡ് സെയിം ആയിരിക്കും. സ്പീഡ് കൂടുതലുള്ള പാർട്ടിക്കിളിന്റെ റേഡിയസ് കൂടുതലായതിനാൽ അതിന് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടി വരുന്നതിനാലാണ് ടൈം പീരിയഡ് സെയിം ആയി വരുന്നത്.